ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ മിത്രയും ആര്യനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പെങ്ങളെ അവൻ ഇനിയും ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അവൻ വെറുതെ ഇരിക്കുമെന്നൊന്നും അവൻ കരുതണ്ട, അവനിട്ട് രണ്ടെണ്ണം കൊടുക്കുക തന്നെ ചെയ്യും. അത് കേൾക്കുന്ന മിത്ര പറയും, ആര്യ നീ എന്ത് വിചാരിച്ച ഇങ്ങനെയൊക്കെ പറയുന്നത്? അനു അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്. ഒന്നും കാണാതെ അവൻ ഇറങ്ങിപ്പോവോ? ദേ, അതൊന്നും എനിക്ക് അറിയണ്ട മിത്ര. ഇനിയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവളെ ഞാൻ അവിടെ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് ഇങ്ങോട്ട് തന്നെ വരും എന്ന് പറയാം. ആര്യ, നീ എന്ത് മണ്ടത്തരം ഈ പറയുന്നത്? നീ അങ്ങനെ ചെയ്താൽ തന്നെ അനുവിനെ ഈ വീട്ടിൽ കയറ്റാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്കിൾ അതിന് സമ്മതിക്കുമോ എന്ന് ചോദിക്കാം. അപ്പം ആര്യൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുക, അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ മുന്നിൽ ഇന്ന് കണ്ടതുപോലെയുള്ള ഷോയുമായിട്ട് അവൻ ഇനിയും വന്നു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുമെന്ന് താൻ കരുതണ്ട. അവനിട്ട് ഞാൻ രണ്ടെണ്ണം പൊട്ടിക്കുക തന്നെ ചെയ്യും. എൻ്റെ പെങ്ങളുടെ ജീവിതത്തെ ഓർത്ത് എനിക്ക് നല്ല ടെൻഷനുണ്ട്. അവൾക്ക് അങ്ങനൊരു തെറ്റു പറ്റി എന്നും കരുതി അവൾ എൻ്റെ പെങ്ങളല്ലാതാകുന്നൊന്നും ഇല്ലല്ലോ. അവളുടെ ജീവിതം നശിച്ചു പോകുന്നതോർത്ത് ഓരോ നിമിഷവും എത്രമാത്രം ഞാൻ വേദനിക്കുന്നുണ്ടെന്ന് തനിക്കറിയാവോ എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന മിത്ര പറയും, താനൊന്ന് സമാധാനപ്പെടുക. ഒന്നും കാണാതെ അനു ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് ആര്യന് തോന്നുന്നുണ്ടോ? നല്ല ബുദ്ധിയുള്ള കുട്ടിയാ അനു. അവള് ഒന്നും കാണാതെ അലോകിനെ പോലെ ഒരുത്തിൻ്റെ കൂടെ ഇറങ്ങി പോകത്തുമില്ല. നമ്മൾ കാണുന്ന മാത്രമായിരിക്കും സത്യമെന്ന് നമ്മൾ കരുതരുത്. ഇതിന് ചിലപ്പോൾ മറ്റൊരു മറുവശം ഉണ്ടായെന്ന് ഇരിക്കും. അത് ഒരിക്കൽ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. താൻ എന്താ വളഞ്ഞു മൂക്ക് പിടിക്കാൻ ശ്രമിക്കുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയുന്നുണ്ടോ എന്ന് ആര്യനപ്പ ചോദിക്കൂട്ടോ. അത് ആര്യന് മനസ്സിലാകും. ഇപ്പം ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ എന്ന് മിത്ര പറയാൻ കേട്ടോ. ആര്യനാണെങ്കിൽ അനുവിൻ്റെ ജീവിതത്തെ ഓർത്ത് ഒരുപാട് ടെൻഷനോടെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക. ഇതേ സമയം മിത്ര അലോകിനെ ഒന്ന് കാണണമെന്ന് തന്നെ തീരുമാനിക്കാൻ കേട്ടോ. അതുകൊണ്ട് തന്നെ അലോക് രാവിലെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് അവനെ അന്വേഷിച്ച് അവിടെ പോയി നിൽക്കുകയാണേ. ഈ വേട്ടവള്ളിൻ ഇത് എവിടെ പോയി കിടക്കുക? ഈ സമയത്താണല്ലോ ഇവൻ ഇതിലൂടെ കടന്നു പോകുന്നത് എന്ന് ഇങ്ങനെ ചിന്തിക്കുക. അപ്പം അലോക് അതിലൂടെ പതിയെ വരുന്നത് കാണും കേട്ടോ. എടാ അലോകെ, അവിടെ നിന്ന് നിന്നേടാ എന്ന് വിളിക്കൂട്ടോ. അപ്പം നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അല്ല, ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയവളാണല്ലോ നീ, പിന്നെ ഇപ്പം എന്നെ വിളിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി എന്ന് അലോകപ്പ നിന്നെ കാത്തുവിടെ നിന്നതാ. എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് എന്ന് മിത്ര പറയും. എന്ത് കാര്യം? ദേ അലോകെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനിയും നീ അനുശ്രീയെ ഇങ്ങനെ വഴിയിലൊക്കെ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്ന പരിപാടി നിർത്തിക്കോണം എന്ന് പറയാം. ഓ, അത് പറയാനായിരുന്നോ നീ ഇവിടെ കാത്തു കെട്ടി നിന്നത്? അത് പറയാൻ നീ ഇത്ര ബുദ്ധിമുട്ടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ എന്നോടിത് പറയാൻ നീ ആരാ എൻ്റെ എന്ന് ചോദിക്കാം. എടാ, ഞാൻ നിന്റെ ആരുമല്ലേ എന്നപ്പം മിത്ര ചോദിക്കും കേട്ടോ. എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നു എന്ന് നീ ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ദേവമംഗലത്തേക്ക് ഇറങ്ങിപ്പോയോ? ആ നിമിഷം അവൾ എൻ്റെ മനസ്സിൽ മരിച്ചു. ഇപ്പം നീ എൻ്റെ ആരുമല്ല എന്ന് പറയാം. ആയിക്കോട്ടെ, ഞാൻ നിന്റെ പെങ്ങളായിരുന്നല്ലോ. ഞാൻ ദേവമംഗലത്തേക്ക് പോകുന്നതിന് മുൻപ് വരെ ആ ഒരു അധികാരത്തിൽ ഞാൻ പറയാം. ഇനി നീ അനുശ്രീനെ ആരുടെ മുന്നിൽ വെച്ച് അപമാനിക്കുകയോ അവളെ ഉപദ്രവിക്കുകയോ ചെയ്യരുത്. അത് എന്നെയും കൂടി ബാധിക്കുന്ന കാര്യമാണ്. അല്ല, നിന്നെ അതെങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് അലോകപ്പ ചോദിക്കുക. ദേ, ഞാൻ ദേവമംഗലത്താണ് ജീവിക്കുന്നത്. ആര്യൻ്റെ പെങ്ങളാ അനുശ്രീ. അവളെ ഉപദ്രവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരും പിന്നെ എന്നോട് സ്നേഹത്തോടെ പെരുമാറുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവന് എന്നോടും ദേഷ്യമാകും. അത് ഞങ്ങളുടെ ജീവിതത്തെ കൂടി ബാധിക്കും എന്ന് പറയാം. ഓ, ഇതെനിക്കൊരു പുതിയ അറിവായിരുന്നു. ഞാൻ ഇന്നലെ ചുമ്മാ അനുശ്രീയെ നിങ്ങളുടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് വെറുതെ ഒന്ന് ഷോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പേടിപ്പിക്കുക ചെയ്തതാ. ആ പരിപാടി ഇന്നലത്തോടു കൂടി നിർത്തണമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതിനിങ്ങനൊരു മറുവശം ഉണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ടേ ഞാനിത് തുടരുക തന്നെ ചെയ്യും. നീ ഞങ്ങളെ ഉപേക്ഷിച്ച് ദേവമംഗലത്ത് ആ ആര്യൻ്റെ കൈയും പിടിച്ച് കയറിപ്പോയില്ലേ? അപ്പം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. നോക്കുകുത്തിയെ പോലെ ഞാനും എൻ്റെ അച്ഛനും ഒക്കെ നോക്കി നിൽക്കേണ്ടി വന്നു. നീ ദേവമംഗലത്തേക്കാണല്ലോ കയറിപ്പോയത്. അതുകൊണ്ട് തന്നെ പക്ഷേ ഇപ്പം നിനക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ എനിക്കും എൻ്റെ അച്ഛനും ഒക്കെ അതിൽ പരം ഒരു സന്തോഷം വേറൊന്നുമില്ലടി. അത് നല്ലത് തന്നെയാണ്. ഞാൻ ഇനിയും അനുശ്രീനെ ഉപദ്രവിക്കും. അവളുടെ പുന്നാര ആങ്ങളമാരുടെ മുന്നിൽ ഇട്ട് തന്നെ അപമാനിക്കും. അപ്പം അത് കാണുന്ന ആര്യന് നിന്നോട് ദേഷ്യം തോന്നൂലോ? നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമല്ലോ? അത് തന്നെയാടി എനിക്കും വേണ്ടത്. ഞാനതുകൊണ്ട് ഇനി ഇതൊരു ശീലമാക്കി എടുക്കാൻ പോവാ. നിനക്ക് അങ്ങനെയെങ്കിലും ഉപദ്രവം ഉണ്ടാകുന്നത് എനിക്ക് കൺകുളിർക്ക് കാണണം. നീ അനുഭവിക്കണം. നീ ഞങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് ഞങ്ങളുടെ കുടുംബത്തെ അപമാനിച്ചിട്ട് ഇറങ്ങിപ്പോയവളല്ലേ? നിനക്ക് നാണമില്ലേടി ഇപ്പം വന്ന് സ്വന്തം ജീവിതത്തിന് വേണ്ടി എന്നോട് വന്ന് അപേക്ഷിക്കാൻ എന്ന് ചോദിക്കാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ മിത്രയ്ക്ക് നല്ല ദേഷ്യം വരിക. ദേ അലോകെ, നീ കൂടുതൽ ജാടയൊന്നും എടുക്കണ്ട. ഞാൻ കാര്യം പറഞ്ഞു നീ അത് അനുസരിച്ചാൽ മതി. ഓ, നീ പറയുന്നതേ അനുസരിക്കാൻ ഞാൻ നിന്റെ ആരെന്നാ നീ കരുതി വെച്ചിരിക്കുന്നത്? നാണമില്ലാതെ എൻ്റെ അടുത്ത് വന്ന് ഇത് പറഞ്ഞതും പോരാ, എന്നിട്ട് നിന്ന് പ്രസംഗിക്കുന്നോ? കയറി വീട്ടിൽ പോടി എന്ന് പറഞ്ഞിട്ട് അലോക് അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ.
നമ്മുടെ ദേവമംഗലത്താണെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് കേട്ടോ. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ദേവമംഗലത്ത് പഴയ സന്തോഷവും സമാധാനവും ഒക്കെ തിരിച്ചു വന്ന ഒരു പുലരിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ പെട്ടെന്ന് ദേവി പറയും, മീനു നീ പറഞ്ഞ ഐഡിയ ഇല്ലേ, ഓൺലൈൻ ബിസിനസ്സിൻ്റെ ഐഡിയ, അത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആഹാരമൊക്കെ വിളമ്പിക്കൊണ്ട് നിന്ന് ഗോമതി ചോദിക്കും, ഓൺലൈൻ ബിസിനസ്സോ, അതെന്ത് സാധനമാ എന്ന് ചോദിക്കുക. മീനു നീ തന്നെ ഒന്ന് പറഞ്ഞു കൊടുത്തേ എന്ന് പറയാം. അതമ്മേ, നമ്മുടെ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ആൾക്കാരുടെ നമ്പറൊക്കെ ഒന്ന് വാങ്ങി വെച്ചാൽ നമ്മുടെ കടയുടെ പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാം. അവർക്ക് വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ സാധനങ്ങൾ നമ്മൾ വീട്ടിലെത്തിക്കും. അപ്പം നമുക്ക് കച്ചവടം കൂടും. അതാണ് ഐഡിയ എന്ന് പറയാം. അതെ, പുതിയൊരു സ്റ്റാഫിനെ എടുത്തിട്ട് നമുക്ക് ഇതൊക്കെ ആലോചിച്ച പോരെ എന്ന് അപ്പം ചോദിക്കാം. ധർമ്മനെ കൊണ്ട് എല്ലായിടത്തും ഓടാൻ പറ്റുമോ എന്ന് ബാലൻ ചോദിക്കാം. എനിക്ക് കുഴപ്പമൊന്നും ഇല്ല അല്ലയാ, ഇത് നല്ല ഉഗ്രൻ ഐഡിയ, നമുക്ക് കച്ചവടം കൂടുതൽ കിട്ടുകയും ചെയ്യും. അപ്പം പെട്ടെന്ന് ആനന്ദ് പറയും, എനിക്കത് അത്ര നല്ല ഐഡിയ ആയിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറയാം. അപ്പോൾ ആകാശ് പറയും, ഏടത്തിയുടെ ഐഡിയ എന്തായാലും പൊളിച്ചു, അത് കലക്കി എടത്തി എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന ആനന്ദിന് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലേ. അപ്പം ആനന്ദ് പറയും, ഓ അത്രയ്ക്ക് നന്നായിട്ടൊന്നും ഇല്ല. അപ്പോൾ ദേവി ചിരിക്കുകയാണ് കേട്ടോ. അത് കാണുന്ന ആനന്ദ് ദേവിയെ തുറച്ചു നോക്കുക. പെട്ടെന്നാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ബാലൻ എഴുന്നേറ്റ് ആരാണെന്ന് പോയി നോക്കാൻ തുടങ്ങുക. അപ്പം ഗോമതി പറയും, ബാലേട്ടൻ അവിടെ ഇരുന്നേ, ബാലേട്ടൻ എഴുന്നേറ്റ് പോവണ്ട, അവിടെ ഇരുന്ന് കഴിക്കുക, ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞ് വാതിൽ തുറക്കുക. അപ്പം മറ്റാരുമല്ല, ജീവൻ്റെ അച്ഛനും അമ്മയും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരെ കാണുന്ന ഗോമതി എന്ത് പറയണമെന്നറിയാതെ നിൽക്കുക. ബാലേട്ട എന്ന് പറഞ്ഞ് വിളിക്കുക. ആരാ ഗോമതി? ദേ ജീവൻ്റെ വീട്ടിൽ നിന്നാ എന്ന് പറയൂട്ടോ. അപ്പോൾ അവർ രണ്ടും കൂടി ഇങ്ങോട്ട് കയറി വരിക. നമസ്കാരം എന്ന് പറഞ്ഞ് ബാലന് എഴുന്നേറ്റ് ചെല്ലുക. അല്ല നിങ്ങൾ എന്ന് ബാലൻ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ജീവൻ്റെ അമ്മ പറയും, അല്ല കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ, അതിനുവേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് അച്ഛനും അമ്മയും കൂടി പറയാം. രണ്ടുപേരും ഇരിക്കുക, ഗോമതി ചായ എടുക്കുക എന്ന് പറയൂട്ടോ. ദേ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതൊന്നും അല്ല ഞങ്ങൾ എന്ന് ജീവൻ്റെ അമ്മ പറയാം. അത് കേൾക്കുന്ന ആനന്ദ് പറയും, ഒരു വീട്ടിൽ വന്ന് കയറുമ്പം അല്പം കൂടി മാന്യമായിട്ട് സംസാരിച്ചൂടെ എന്ന് ചോദിക്കുക. ആനന്ദേ നീ മിണ്ടാതിരുന്നേ എന്ന് അപ്പം പറയും, ഞങ്ങളോട് അനുസരിച്ച് ചെയ്ത് ചതിക്കേ, ഇത്രയും മാന്യതയൊക്കെ തന്നെ ധാരാളമാ എന്ന് അപ്പം ജീവൻ്റെ അമ്മ പറയാം. എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ക്ഷമ ചോദിച്ചതുകൊണ്ടായില്ലല്ലോ, നാട്ടുകാരുടെ മുന്നിലെ നാണം കെട്ട് അപമാനിക്കപ്പെട്ട് നിന്നതേ ഞങ്ങൾ. ഈ കല്യാണത്തിൻ്റെ പേരിലെ ലക്ഷങ്ങളാണ് ഞങ്ങൾ പൊടിച്ചു കളഞ്ഞത്. ഇതിനൊക്കെ ഒരു തീരുമാനം വേണ്ടേ എന്ന് ചോദിക്കുക. നഷ്ടം രണ്ടു കൂട്ടർക്കും ഉണ്ടായല്ലോ എന്ന് ഗോമതി അപ്പം പറയാം. കല്യാണ ഒരുക്കത്തിൻ്റെയും ഓഡിറ്റോറിയത്തിൻ്റെയും അങ്ങനെ ഞങ്ങൾ ചിലവാക്കിയ പണം നഷ്ടപ്പെട്ടു പോയില്ലേ എന്ന് ചോദിക്കുക. ആഹാ, അതെന്ത് വർത്തമാനോ ഗോമതി, നിങ്ങൾക്കെന്താ നഷ്ടം എന്ന് ചോദിക്കുക. നിങ്ങളുടെ മോള് ഒരുത്തനെ കല്യാണം കഴിച്ചില്ലേ, അവൾക്കൊരു ജീവിതം ഉണ്ടാവുകയും ചെയ്തില്ലേ, പക്ഷേ എൻ്റെ മോൻ്റെ അവസ്ഥ അതല്ല എന്ന് ആ സ്ത്രീ പറയാണ് കേട്ടോ. ഇനി അവനൊരു പെണ്ണ് ആലോചിക്കുമ്പോഴേ ഈ ഒരു കാര്യം ബ്ലാക്ക് മാർക്ക് അറിവും, അത് നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾക്കും ഉള്ളതല്ലേ 3 ആൺകുട്ടികൾ എന്ന് ചോദിക്കുക. അപ്പോൾ എന്ത് മറുപടി പറയണമെന്നറിയാതെ എല്ലാവരും നിൽക്കുകയാണേ. അപ്പോൾ ബാലൻ പറയും, നിങ്ങൾ ഈ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ സംഭവിച്ചു പോയ കാര്യങ്ങൾക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അത് പറയാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് ആ സ്ത്രീ പറയും. വേണുവേട്ടൻ പറയുമോ അതോ ഞാൻ പറയുമോ എന്ന് അപ്പം ഭർത്താവിനോട് ചോദിക്കുക. ജലത തന്നെ പറഞ്ഞു എന്ന് പറയാണ്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്ക് സംഭവിച്ച അപമാനത്തിന് നിങ്ങൾക്കെതിരെ ഞങ്ങൾ മാനനഷ്ട കേസ് കൊടുക്കാൻ പോവുക എന്ന് ആ സ്ത്രീ വിളിച്ചു പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പം എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത് എന്ന് ചോദിക്കുക. മാനനഷ്ട കേസോ? അല്ല, ഇനി ഇതിൻ്റെ പേരിൽ ഒരു കേസും വഴക്കൊക്കെ വേണോ എന്ന് ഗോമതി ചോദിക്കുക. ഓ വേണ്ട, പക്ഷേ കേസ് കൊടുക്കാതിരിക്കാം, പകരം 1 കോടി രൂപ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരേണ്ടി വരും, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കാതിരിക്കാം എന്ന് പറയാണ്. അപ്പോൾ എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുക. 1 കോടി രൂപയോ? നിങ്ങൾ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? 1 കോടി രൂപ, അതെവിടുത്തെ ന്യായമാ എന്ന് ദേവി അപ്പോൾ പറയും. പണം തരാൻ തയ്യാറല്ലെങ്കിലേ ഞങ്ങൾ കേസ് കൊടുക്കും, ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകും, കേസ് ജയിക്കുകയും ചെയ്യും. പിന്നെ നിങ്ങളെ ചോദിക്കുന്ന എമൗണ്ട് തരേണ്ടി വരും, അത്ര തന്നെ. അനുവിൻ്റെ ഭാഗത്ത് തെറ്റുകൊണ്ടാണ് കല്യാണം മുടങ്ങിയത്, സമ്മതിച്ചു എന്ന് മീനു പറയാം. പക്ഷേ ഇക്കാര്യത്തിൽ ഞങ്ങൾ നിരപരാധികളാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അതൊന്നും ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല, അറിയണം എന്നപ്പം മീനു പറയാം. ഇതിൻ്റെ പേരിൽ 10 പൈസ ഈ കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് മീനാക്ഷി പറയാം. മീനാക്ഷി നീ മിണ്ടാതിരുന്നേ എന്ന് ബാലൻ പറയാം. ഈ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുന്നത് പെണ്ണുങ്ങളല്ലല്ലോ, അല്ല കാരണവരായ ബാലനല്ലേ എന്ന് ആ സ്ത്രീ അപ്പം ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും മിണ്ടാതിരിക്കുക. തീരുമാനം എന്താണെന്നേ ഈ ബാലൻ പറയട്ടെ എന്ന് പറയാം.
പണം ഞാൻ തരാം എന്ന് ബാലൻ പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും അവർക്കങ്ങ് സന്തോഷമാകുക. 1,00,00,000 രൂപ എന്ന് തരുമെന്ന് ഇപ്പം ഈ നിമിഷം പറയണം. എത്രയും പെട്ടെന്ന് ഞാൻ പണം തരാം. 1 മാസത്തിനുള്ളിൽ പണം തന്നിരിക്കണം. അതിനുള്ളിൽ ഞങ്ങൾ പറഞ്ഞ തുക ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ബാലനെ മറികടന്ന് ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ട ഉള്ളത് കൊണ്ട് തന്നെ മീനു അവിടെ മിണ്ടാതെ നിൽക്കുകയാണേ. ബാലൻ അവരിങ്ങ് പോയതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. അപ്പോൾ ഗോമതി അടുത്തേക്ക് വന്നിരിക്കുക. ബാലേട്ടൻ എന്തിനാ അത് സമ്മതിച്ചത് എന്ന് ചോദിക്കുക. അവർ പറയുന്നത് ഒരു ന്യായവും ഇല്ലാത്ത കാര്യമാണ്. ഈ 1,00,00,000 രൂപ നമ്മൾ എവിടെ പോയി സംഘടിപ്പിക്കും എന്ന് ആനന്ദൻ ചോദിക്കുകയാണ് കേട്ടോ. അവർ 1,00,00,000 നഷ്ടപരിഹാരമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മളെ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്നൊരു തുകയാണോ അച്ഛാ എന്ന് ആര്യനും ചോദിക്കുക. ഈ വീട് വിറ്റിട്ടാണേലും ഞാൻ അവർ ചോദിച്ച കാശ് കൊടുക്കും എന്ന് ബാലനപ്പ വാശിയോടുകൂടി പറയാം. അച്ഛൻ എന്തൊക്കെയായി പറയുന്നത് എന്നുള്ള രീതിയിൽ അപ്പം എല്ലാവരും നിൽക്കുകയാണ് കേട്ടോ. അതിലൊരു മറുപടി പറയാതെ ബാലേട്ടൻ്റെ ഈ തീരുമാനം ശരിയായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ഗോമതി വീണ്ടും ചോദിക്കുക. അപ്പം ബാലൻ ഒന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോവുക. എൻ്റെ ദൈവമേ, എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത് എന്ന് ഗോമതി അപ്പം പ്രാർത്ഥിക്കുക. ഇതേ സമയം നമ്മുടെ അനന്തനാണെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയതാ. അപ്പോഴാണ് പിന്നിൽ നിന്ന് നമ്മുടെ മിത്ര വിളിക്കുന്നത് അച്ഛ എന്നും പറഞ്ഞ്. അച്ഛനോ? ആരുടെ അച്ഛൻ? ഞാൻ നിൻ്റെ ആരുമല്ല എന്ന് അനന്തൻ പറയാം. അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് മേലെ നീ എൻ്റെ പിന്നാലെ വരരുത്, ഞാനൊരു പ്രശ്നത്തിലാ അച്ഛ എന്ന് അപ്പം മിത്ര വീണ്ടും പറയാം. അച്ഛന് മാത്രമേ എന്നെ സഹായിക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയാം. കഴിയുമെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയാം. അപ്പം അനന്തൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അത് അലോക് അനുശ്രീയെ ഉപദ്രവിക്കുന്നുണ്ട്. ആ വിവരം എങ്ങനെയോ ആരിനറിഞ്ഞു. ഇത് ഞങ്ങളുടെ ജീവിതത്തെ കൂടി ബാധിക്കുന്ന കാര്യം അച്ഛാ. അതിന് ഞാൻ എന്ത് വേണം? നിന്റെ ചേട്ടൻ എൻ്റെ അനിയത്തെ ഉപദ്രവിച്ച അതിന് പകരം ഞാൻ നിന്നെ കരയിക്കും എന്നാ അവൻ പറയുന്നത്. അതാ ആരിൻ്റെ സ്റ്റാൻഡ്. ഞാൻ എന്താ ചെയ്യുക എന്ന് പറയാം. ഇതുവരെ എനിക്ക് ആ വീട്ടിൽ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കതൊന്നുമില്ല. എനിക്കിതൊന്നും എൻ്റെ അച്ഛനോടല്ലാതെ വേറെ ആരോടും പറയാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അച്ഛനെയും കാത്തു നിന്നത്. പറ്റുമെങ്കിൽ അച്ഛൻ അലോകിനെ ഒന്ന് നിയന്ത്രിക്ക് എന്ന് മിത്ര വീണ്ടും പറയാം. അല്ലെങ്കിൽ ദേവമംഗലത്തെ എൻ്റെ ജീവിതം നരകമായി തീരും എന്ന് പറയാൻ കേട്ടോ മിത്ര. അച്ഛനും അമ്മയും എന്നെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് സങ്കടങ്ങൾ വന്നു പറയാൻ ഈ ലോകത്ത് നിങ്ങളല്ലാതെ വേറെ ആരുമില്ല എന്ന് മിത്ര വീണ്ടും കരഞ്ഞുകൊണ്ട് പറയാം. ദേവമംഗലത്ത് ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അച്ഛനെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ ആയിക്കോ, ഒന്നും പറയണ്ട, ഇതിനെതിരായിട്ടൊന്നും ചെയ്യണ്ട. അല്ലെങ്കിൽ അച്ഛൻ ഇതിൽ ഇടപെടണം, എനിക്ക് വേണ്ടി അലോകിനോട് ഒന്ന് സംസാരിക്കണം എന്ന് പറയണേ. അപ്പം അനന്തൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. എത്രയൊക്കെ പറഞ്ഞാലും മിത്ര തങ്ങൾക്ക് ആകെയുള്ളൊരു മകളാ. അവൾക്ക് വിഷമോ ആണ് എന്നൊരു വാർത്ത ഒരിക്കലും അനന്തൻ ആഗ്രഹിക്കില്ല കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ സങ്കടത്തോടെ ആണ് കേട്ടോ ചിന്തിച്ച് നിൽക്കുന്നത്. ലോകെ, നിന്നെ പൂട്ടാനുള്ളതേ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛനെ എതിർത്തുകൊണ്ട് ആ വീട്ടിൽ അനുവിനോട് ഒന്നും പ്രവർത്തിക്കാൻ നിനക്ക് സാധിക്കില്ലടാ എന്ന് വളരെ സന്തോഷത്തോടു കൂടി ചിന്തിച്ച് നിൽക്കാം. ഇതേ സമയം നമ്മുടെ അനുശ്രീയാണെങ്കിൽ റൂമിൽ ഫോണൊക്കെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് ആപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ച് അതൊക്കെ കഴിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അലോക് അങ്ങോട്ട് കയറി വരുന്നത്. എടി, എന്തായാലും ഇന്നലത്തെ എൻ്റെ പ്ലാനുകളൊക്കെ നന്നായിട്ട് ഏറ്റിട്ടുണ്ടെടി. നിനക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് പലരും എൻ്റെ മുന്നിൽ വന്നു തുടങ്ങി എന്ന് പറയാം. അപ്പം അനുശ്രീ ഇതൊന്നും കേട്ട് മിണ്ടാതെ നിൽക്കുക. നിന്റെ അവസ്ഥകളൊക്കെ നിന്റെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വാലും തുമ്പും ഇല്ലാതെ പറയാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറയടാ എന്ന് അനു അപ്പം പറയൂട്ടോ. എടി, നീ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണെന്ന ദേവമംഗലത്ത് വിവരം കിട്ടി പോലും. അവർ മനപ്രയാസത്തിലാണ് പോലും. എനിക്കത് കേട്ടപ്പോൾ സന്തോഷമായി. അങ്ങനെയാണെങ്കിൽ പ്രയാസത്തിലാകാൻ പോകുന്നത് നീയാ. എന്നെ വേദനിപ്പിച്ചാലേ പിന്നെ ഇയാൾ പിന്നെ 2 കാലിൽ ഇവിടെ നിൽക്കില്ല. അതെന്താടി എന്ന് അലോക് ചോദിക്കുക. എന്നോട് തന്നെ ജയിക്കാൻ പറ്റിയിട്ടില്ല, പിന്നല്ല എൻ്റെ ചേട്ടന്മാരോട് എന്ന് അനു ചോദിക്കുക. പെട്ടെന്ന് ആരിൻ്റെ ഇടിയും ആകാശിൻ്റെ അടിയും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരിക. എന്താടാ നീ അങ്ങ് പോകുന്നത് എന്ന് ചോദിക്കുക. അതെ, ഇപ്പം എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് തുണി എടുക്കണം. ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽസിൽ പോകാം നമുക്ക് എന്ന് പറയാം. എങ്ങനെ എന്നപ്പം അലോക് ചോദിക്കുക. നിനക്ക് ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൽ പോയി തുണി എടുക്കണം അല്ലേ? അങ്ങനെ ഇപ്പം എടുക്കണ്ട, നീ ഉള്ളതൊക്കെ വെച്ചങ്ങ് ഉടുത്താൽ മതി. അയ്യോ, ആൻറ്റി എടുത്തുകൊണ്ട് വന്ന കുറച്ച് ഡ്രസ്സ് മാത്രമേ എനിക്കുള്ളൂ, അത് പോരാ. അലോക് തുണിക്കടയിൽ വന്നേ പറ്റൂ. ഏതെങ്കിലും ഒരു മോളിലോ ഏതെങ്കിലും ഒരു ഷോപ്പിലോ പോകാം. പറ്റില്ലെന്ന് പറഞ്ഞില്ലടി. പ്ലീസ് അലോക് എന്നു വീണ്ടും പറയാം. പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല, ഞാൻ നിൻ്റെ കൂടെ വരില്ല. നീ എൻ്റെ കാല് പിടിക്കാൻ വന്നിട്ട് ഒരു കാര്യം. അവളുടെ ഒരു തുണിയെടുപ്പ്, അവളെ ഞാൻ ഇപ്പം കൊണ്ടുപോകാം എന്ന് അലോക് പറയാം. എന്നിട്ട് അവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വരുമ്പോഴാണ് അച്യുതനും അനന്തരും അവിടെ ഇരിക്കുന്ന കാണുന്നത്. അപ്പം അച്യുതൻ്റെ ദേഷ്യഭാവം കാണുമ്പം എന്ത് ചെയ്യുന്നുള്ള രീതിയിൽ അലോക് അവിടെ നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്നാണ്
അനു ഓടി വന്ന് അലോകിനെ പിന്നിൽ നിന്ന് ഇടിക്കുന്നത്. എടാ അലോക് എന്നും പറഞ്ഞ് അപ്പോഴാ അവരവിടെ ഇരിക്കുന്ന കാണുന്നേ. അപ്പം പെട്ടെന്ന് അലോക് ചിരിക്കും. അത് പിന്നെ വെല്ലിച്ച ഞങ്ങൾ വെറുതെ ഒന്നും പറയണ്ട നീ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞ് അനന്തൻ അലോകിനെ വിളിച്ചുകൊണ്ട് പോവാ. പിന്നാലെ തന്നെ അച്യുതനും ചെല്ലുവാണ് കേട്ടോ. എടാ നിങ്ങൾ രണ്ടും കൂടി തമാശ പറഞ്ഞ് ചിരിച്ചതായിരുന്നല്ലേ എന്ന് അലോകിനോട് ചോദിക്കട്ടെ. അതെ ദേ കള്ളം പറയുന്നോടാ എന്ന് ചോദിച്ച് അലോകിന് ടൊർണം വെച്ച് കൊടുക്കാൻ തോന്നും. നീ അവളെ വഴക്കു പറയുമായിരുന്നോ? അവളെ വഴക്കു പറയുന്നതേ ഞാൻ കേട്ടു, ദേ ഈ അച്യുതനും കേട്ടു എന്ന് അച്യുതനെയും ചൂണ്ടിക്കൊണ്ട് പറയാം. അപ്പം അത് കേട്ട് മറഞ്ഞു നിൽക്കുന്ന അനുവിന് സന്തോഷമാകുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ നടന്നത് കളിയും ചിരിയൊന്നുമല്ല, അനുശ്രീയെ കഷ്ടപ്പെടുത്തുമായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാം. ഏട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നേ എന്ന് അച്യുതൻ അപ്പം ചോദിക്കും. ദേ ചോദിച്ചു നോക്ക് നീ നിന്റെ മോനോട് ഞാൻ പറഞ്ഞത് കള്ളമാണോ അല്ലയോ എന്ന്. വ്യക്തമായിട്ടെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് ആനന്ദൻ പറയാണ് കേട്ടോ. അപ്പം ദേ ഞാൻ അന്നേ പറഞ്ഞു ബാലനോടുള്ള ദേഷ്യം അനുശ്രീയോട് കാണിക്കരുതെന്ന്. നിന്നെ സ്നേഹിച്ച് അവൾ നിന്റെ കൂടെ വന്നതല്ലേ. ബാലനെ വിശ്വസിച്ച് ഇവിടുന്ന് ഒരു പെണ്ണ് അങ്ങോട്ടും പോയിട്ടുണ്ട്, അക്കാര്യം നീ മറന്നു പോകരുത് എന്ന് ആനന്ദൻ പറയാം. എൻ്റെ മോള് ദേ നീ അനുശ്രീയോട് കാണിക്കുന്നതിനൊക്കെ ഉത്തരം പറയേണ്ടത് അവിടെ എൻ്റെ മിത്രയായിരിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്നോണം. എന്തൊക്കെയായാലും എൻ്റെ മോളാ അവള്. ദേ നീ കാരണം അവക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കത്തില്ല എന്ന് പറയാം. അപ്പം ഇതേ സമയം ഇത് കേട്ടോണ്ട് നിൽക്കുന്ന അനു പറയും, ഇതെന്താ സംഭവം? ആനന്ദനങ്ങൾ മിത്രേച്ചയുടെ പേരൊക്കെ പറയുന്നുണ്ടല്ലോ. ആനന്ദനങ്ങളോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരോ പറഞ്ഞതുപോലെ ഉണ്ടല്ലോ. ദേ നീ ഇനി അനുശ്രീയോട് വഴക്കിന് പോയാ അന്ന് അറിയും ഈ ഞാൻ ആരാണെന്ന് എന്ന് ആനന്ദൻ പറയാണ് കേട്ടോ. അപ്പം ഇത് കേൾക്കുമ്പം അച്യുതനും അലോകനും നല്ല ദേഷ്യം വരികയാണ്. പെട്ടെന്ന് അനു അങ്ങോട്ട് വരിക. എന്താ എന്താ കാര്യം എന്ന് അനു അപ്പം വന്ന് ചോദിക്കാം. ദേ മോളെ ഇനി ദേ ഇവൻ നിന്നോട് വഴക്കു പറയോ ബഹളം ഉണ്ടാക്കുകയോ ചെയ്താ ആ നിമിഷം നീ എന്നെ അറിയിക്കണം എന്ന് അനന്തൻ അപ്പം പറയാം. അയ്യോ അങ്കിളെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ വഴക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്ന് അനു പറയാം. ഞാനെന്ന് വെച്ചാൽ അലോകിന് ജീവനാ എന്ന് പറയാം. കാര്യങ്ങളൊക്കെ എനിക്കിപ്പം വ്യക്തമായി മനസ്സിലായി തുടങ്ങി. അയ്യോ അങ്കിളെ സത്യം ഞാൻ പറയുന്നത്, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലെ അങ്കിള് എന്ന് വീണ്ടും പറയാം. ദാ ഞാൻ ഇപ്പം തന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണമായിരുന്നു. ഞാൻ അലോകിനെ നിർബന്ധിച്ചു എന്നെ കൊണ്ട് പോകാൻ. പക്ഷേ അലോകിന് മറ്റെന്തോ തിരക്ക്, അതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കൽ മാറ്റിവെച്ചു. അതാ അവിടെ സംഭവിച്ചത്. അതാ പരസ്പരമുള്ള വിട്ടുവീഴ്ച. അങ്ങനെ വിട്ടുവീഴ്ചയോടുകൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അനന്തൻ ചോദിക്കും, അതെന്താടാ നിനക്ക് ഇവളെയും കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ പോയാൽ നിനക്കിവിടെ വേറെ തിരക്കുകളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കാം. ദേ ഇപ്പം തന്നെ രണ്ടുപേരും ഇറങ്ങിക്കോ, ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കൊടുക്കുക. താങ്ക് യു അങ്കിൾ എന്നപ്പം അനു അലോകിനെ പിടിച്ചുകൊണ്ട് പറയൂ കേട്ടോ. എന്നിട്ട് അലോകിൻ്റെ അടുത്തേക്ക് പതിയെ ചേർത്ത് നിർത്തിയിട്ട് പറയും, ദേ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വഴിക്ക് തന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുവരും മിസ്റ്റർ അലോക്. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് നീ കാണാതിരിക്കുന്നതേ ഉള്ളടാ എന്ന് പറയാം. ദേ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അച്യുത, ഇവനെ ഒന്ന് ഉപദേശിച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് അനന്തൻ അവിടെ നിന്ന് പോവാം. അനുവും കയറി പോവാണ് കേട്ടോ. അലോക് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ നിൽക്കുക. എന്താടാ ഇതൊക്കെ എന്ന് അച്യുതൻ ചോദിക്കുക. എനിക്കൊന്നും അറിയില്ല അച്ഛാ, ആകെ പ്രശ്നമാകുമെന്നാ തോന്നുന്നേ. അന്ന് ഏട്ടൻ പറഞ്ഞ ആ ബിസിനസ്സുകാരൻ്റെ മോളെ കെട്ടിയാൽ മതിയായിരുന്നു. അനുശ്രീ ഇവിടെ കാലിലു കുത്തിയതോടുകൂടി നിന്റെ ശനിദശ തുടങ്ങി, അതേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് പറയാം. എടാ ഇൻകം ടാക്സ് റെയ്ഡിൽ തന്നെ ലക്ഷങ്ങളാ പോയിരിക്കുന്നത് എന്ന് പറയാം. ശോ ഇവിടുത്തെ കാര്യങ്ങൾ വെല്ലിച്ചനോട് ആരാ പറഞ്ഞു കൊടുക്കുന്നത്? അതാ ഞാൻ ആലോചിക്കുന്നത്. ദേ ഏട്ടൻ ഇപ്പോഴും മിത്രയോടുള്ള സ്നേഹം കണ്ടോ? എനിക്കങ്ങനൊരു മകളേ ഇല്ലെന്ന് പറഞ്ഞു നടന്ന ആളാ ഇപ്പം വാത്സല്യം വഴിഞ്ഞൊഴുകുക. ഇങ്ങനെ പോയാലേ ശരിയാകില്ല. എന്തായാലും വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എങ്കിൽ പിന്നെ അനുശ്രീ കാരണം ആ മിത്ര കരയണം. അതെങ്ങനെ വേണമെന്ന് നിനക്ക് ഞാൻ വിട്ടുതരണം. നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ എന്ന് അച്യുതം അങ്ങനെ ഉപദേശിക്കുകയാണ് കേട്ടോ. ഇനി ഈ മാരണത്തെ കൊണ്ട് പോണമല്ലോ തുണിയെടുക്കാൻ. അങ്ങനെ ഇപ്പം ഞാൻ നിനക്ക് തുണിയെടുത്ത് തരുന്നില്ലടി, നീ വേദനിക്കണം, തുണിക്കടയിൽ നിന്ന് നീ അപമാനിക്കപ്പെടണം, അതിനുള്ളത് ഞാൻ പ്രവർത്തിക്കൂടി എന്ന് നമ്മുടെ അലോക് മനസ്സിൽ പറയുകയാണേ. ഇതേ സമയം ദേവമംഗലത്ത് എല്ലാവരും ആകെ ചിന്തിച്ചിരിക്കുക. ആകാശും ആര്യനും കൂടി ഗോമതിയോട് ചോദിക്കും, 1 കോടി രൂപ കൊടുക്കാമെന്ന് അച്ഛൻ എന്തിനാ അമ്മയെ സമ്മതിച്ചത് എന്ന് ചോദിക്കുക. അപ്പം ആര്യം പറയും, അല്ലാതെ അച്ഛൻ പിന്നെ എന്ത് ചെയ്യുമായിരുന്നു? അവരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കണമായിരുന്നോ എന്ന് ചോദിക്കുക. പണം കൊടുത്തില്ലേ അവർ കേസിന് പോകില്ലേ? ഈ വീടടക്കം ചിലപ്പം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും എന്ന് പറയാം. ഇപ്പോഴും ഈ വീട് വിൽക്കാനാണല്ലോ അച്ഛൻ്റെ പ്ലാൻ എന്ന് ആകാശ് പറയാം. അല്ല ബാലേട്ടൻ്റെ മനസ്സിൽ അതാണെന്ന് നിനക്കെങ്ങനെ അറിയാം എന്ന് ചോദിക്കുക. അച്ഛൻ്റെ കയ്യിൽ 1 കോടി രൂപ എടുക്കാനുണ്ടോ എന്ന് അപ്പം ആകാശ് തിരിച്ചു ചോദിക്കും. ആ അഗ്നിപൂജ മുടങ്ങി അന്നു മുതൽ ഓരോരോ ശാപങ്ങളായിട്ട് ഈ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുക എന്ന് ഗോമതി അപ്പം പറയും.
കേസും വഴക്കും എന്തൊക്കെ ഇവിടെ, ഇനി എന്തൊക്കെ ദുരന്തങ്ങളാണോ വരാൻ പോകുന്നത്. ഒന്നിൻ്റെ പിന്നാലെ അടുത്തതായിട്ട് ദുരന്തങ്ങൾ മാറാതെ പിന്തുടർന്നേക്കുവായി കുടുംബത്തെ. ഇനിയിപ്പോൾ എങ്ങനെ ഇതിൽ നിന്നൊക്കെ ഒന്ന് കരകയറുക എന്ന് കോമതി ആകെ വിഷമിച്ച് പറയാം. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.